കടത്തിൽ മുങ്ങിയ ഒരു കമ്പനി, കടത്തിൽ നിന്ന് കരകയറുന്ന ഒരു വീഡിയോയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ ഇതിനെ കാണണ്ട, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 2013 15 കാലഘട്ടത്തിലേക്ക് കടം കയറിയിട്ട് വളരെയധികം മോശം അവസ്ഥയിലുണ്ടായിരുന്ന ഒരു കമ്പനിയാണ് ഇത്, SEPC. എന്നാൽ പുതിയ മാനേജ്മെന്റ് വന്നതിന് ശേഷം അവര് ഈ ഡെപ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്നതിൽ വളരെയധികം നല്ല ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ കമ്പനിയുടെ കടം വളരെയധികം കുറച്ച് കൊണ്ടുവരാനും പ്രൊമോട്ടർ പ്ലഡ്ജ് ഒരു 90% നിന്നൊക്കെ 37% കൊണ്ടുവരാനും പുതിയ മാനേജ്മെന്റിന് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കമ്പനിയെ പറ്റിയിട്ട് നോക്കാം. രൂപയാണ് ഇവിടെ മാർക്കറ്റ് ക്യാപിറ്റൽ 3173 രൂപ. പിന്നീട് ഫേസ് വാല്യൂ 10 രൂപയായിട്ട് കാണാൻ സാധിക്കും. കുറച്ച് ഡെപ്റ്റ് 455 കോടി ഡെപ്റ്റ് ഉള്ളതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് 37.6 ആണ്. അതിൻ്റെ ഏകദേശം 37% ഇപ്പോഴും പ്ലഡ്ജഡ് ആണ്. ഇതൊരു ലോസ് മേക്കിംഗ് കമ്പനി ആയിരുന്നു. 2015 മുതൽ ഈ കമ്പനി ലോസിലാണ്. ഒരുപാട് കടം ഡെപ്റ്റ് ഡ്രിവൺ കമ്പനി ആയിരുന്നു. അപ്പം ഇതിന് ഈയിടെയായിട്ട് ഒരു മാർക്ക് എ ബി ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ക്യാപിറ്റൽ ഹോൾഡിംഗ് UAE ബേസ്ഡ് ആയിട്ടുള്ള ഹോൾഡിംഗ് കമ്പനി ഏറ്റെടുത്തതിന് ശേഷം അവർ ഒരുപാട് മാനേജ്മെന്റ് ലെവലിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നു. ഇപ്പം നമ്മളിതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ മാർച്ച് 2021 മുതൽ മാർച്ച് 2027 വരെ എടുത്തു കഴിഞ്ഞാൽ ഈ റീസെൻ്റ് ആയിട്ടുള്ള ക്വാർട്ടേഴ്സിൽ ഇത് കുറച്ച് പ്രോഫിറ്റബിലിറ്റി കാണിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കഴിഞ്ഞ ഒരു വർഷത്തെ ഇത് പരിശോധിച്ചാൽ നമുക്ക് ഏകദേശം എല്ലാ ക്വാർട്ടറിലും പോസിറ്റീവ് നമ്പേഴ്സ്, നെറ്റ് പ്രോഫിറ്റ് വന്നായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. അപ്പം ഇതൊരു പോസിറ്റീവ് സൈൻ ആണ്. കാരണം പുതിയ മാനേജ്മെന്റ് വന്നിട്ട് പുതിയ ഒരു റോബസ്റ്റ് ആയിട്ടുള്ള ഒരു ഓർഡർ ബുക്കാണുള്ളത്. ഇപ്പം കമ്പനിയുടെ ഓർഡർ ബുക്ക് എന്ന് പറയുന്നത് ഏകദേശം 3000 കോടി രൂപ അടുപ്പിച്ച് ഓർഡർ ബുക്ക് ഉണ്ട്. നമുക്കിനി കൺസോളിഡേറ്റഡ് ഫിഗേഴ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, 2013 മുതലുള്ള ഫിഗേഴ്സ് കാണാൻ പറ്റും. ഇപ്പം വർഷങ്ങളായിട്ട് ഇത് ലോസിലായിരുന്നു. ഈ വർഷം, അതായത് മാർച്ച് 2024 ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 23 crores rupees നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏണിംഗ് പെർ ഷെയർ നെഗറ്റീവിൽ നിന്ന് 0.15 എഴുതിയിട്ടുണ്ട്. ഈ ട്രെൻഡ് ഇനി ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. അതായത് വരുന്ന 2-3 ഇയേഴ്സിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 2-3 ക്വാർട്ടേഴ്സ് കഴിയുമ്പോഴത്തേക്ക് തന്നെ കുറച്ചുകൂടി പ്രോഫിറ്റബിലിറ്റി കൂടി വരാനാണ് ഇതിനകത്ത് നമുക്ക് സാധ്യത ഉള്ളത്. കാരണം ഇപ്പോഴത്തെ പുതിയ മാനേജ്മെന്റും പിന്നെ അവർ അഗ്രസീവായിട്ട് പ്രൊജക്റ്റുകൾ എടുക്കുന്നതൊക്കെ വെച്ചിട്ട് കൂടി വരാനാണ് നമുക്ക് സാധ്യത. അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പം ഇതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഒന്നുമല്ല, ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി പറയുവാണ്. അപ്പോൾ ഇതൊരു മൾട്ടി ബാഗർ റിട്ടേൺ തരാൻ സാധ്യത ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, ഇപ്പോൾ കറണ്ട് വാല്യുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻട്രിൻസിക് വാല്യൂ നിലവിലെ ഇത് വെച്ചിട്ടാണെങ്കിൽ ഒരു 12 രൂപ 13 രൂപയാണ് ശരിയായ വാല്യുവേഷൻ. ഇപ്പോൾ കുറച്ച് ഓവർ വാല്യൂഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. എന്നാൽ പോലും കമ്പനിയുടെ ഒരു ഫ്യൂച്ചർ ഗ്രോത്ത് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഗ്രാബ് ചെയ്യുന്നത് നല്ലതായിരിക്കും. എൻ്റെ ഒരു അനുമാനത്തിൽ ഇതൊരു 40-50 രൂപയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഒരു 40-50 രൂപയൊക്കെ ടാർഗറ്റിൽ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഈ പോസിറ്റീവ് ട്രെൻഡ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 40-50 രൂപയിലോട്ടൊക്കെ എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോയിന്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇത് നല്ലതായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് വാങ്ങാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.